നമ്മളെ സ്റ്റാർട്ടിംഗ് മോഡൽ. ഇതിന് പശു വരെ പാല് കറക്കാൻ പറ്റും. ഇത് 1/2 HP മോട്ടോർ കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ അടുത്ത മോഡലാണ് ഇത് 5 പശു വരെ പാൽ കറക്കാൻ പറ്റും. നിങ്ങളെ ചാനൽ കണ്ടുവരുന്നവർക്ക് ഈ മെഷീനൊക്കെ 10% ഓഫറും കേരള ഏത് സ്ഥലത്തായാലും ഞങ്ങൾക്ക് ഫ്രീ ഡെലിവറി ചെയ്ത് കൊടുക്കാം. ഇതെന്താ പറഞ്ഞാൽ ട്രാലി ടൈപ്പ് മിൽക്കിംഗ് മെഷീൻ 1 തൊട്ട് 10 പശു വരെ നിങ്ങൾക്ക് ഇതിൽ കറക്കാൻ പറ്റും. ഇത് പൾസെറ്റർ മോഡലാണ്. ഇത് നിങ്ങൾക്ക് 25 ലിറ്റർ SS ക്യാൻ വരും. ഇതിനും നിങ്ങൾക്ക് 10% ഓഫർ ഉണ്ട്. ഇത് 25 ലിറ്റർ ക്യാനാണ്. ഒരു പശു എത്ര ലിറ്റർ പാല് കറക്കുന്ന മുതൽ കൊണ്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഒരു 30 പശു 35 പശു വരെയുള്ള ഫാമിലിക്ക് ഇത് നമ്മൾ കൊടുക്കാറുണ്ട്. ഈ മെഷീൻ ഓർഡർ ചെയ്യുന്നവർക്ക് മെഷീന്റെ സ്പെയർ പാർട്സിലാണ്. ഇത് ലൈനർ, ഇത് പാല് കറക്കുന്ന സാധനം, ഇത് നിങ്ങൾക്ക് അത് മെഷീനിൽ യൂസ് ചെയ്യുന്ന ക്ലാഫ് ഫുൾ സെറ്റ്, ഇത് പൾസെറ്റർ, ഇത് മൂന്നും ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് കൊടുക്കണം. വാങ്ങിക്കഴിഞ്ഞാൽ ഇതിനും ഫ്രീ ഡെലിവറി ഉണ്ട്, 10% ഓഫർ ഉണ്ട്. ഈ 3 സാധനങ്ങൾ ഫ്രീ ആയി കൊടുക്കും. ഇതാണ് ക്രീം സെപ്പറേറ്റർ. ഇതെന്താ പറഞ്ഞാൽ പാല്, പച്ചപ്പാല് അങ്ങനെ നിങ്ങൾക്ക് തിളപ്പിച്ച് വെച്ചണ്ട, പച്ചപ്പാൽ ഊറ്റിയിട്ട് 1 മണിക്കൂറിൽ നിങ്ങൾക്ക് 70 ലിറ്റർ പാൽ ഊറ്റിയാൽ അതിന് ക്രീം തനിച്ച് നിങ്ങൾക്ക് കിട്ടും. ആ ക്രീമിനെ നിങ്ങൾ നെയ്യാക്കിയിട്ടോ അല്ലെ വെണ്ണയാക്കിയിട്ടോ മറ്റേ ക്രീം ആക്കി അങ്ങനെ ഐസ്ക്രീം പാർലർക്ക് നിങ്ങൾക്ക് കൊടുത്താൽ നല്ല ലാഭം കിട്ടും. പശു വളർത്തുന്നവർക്കും ഫാം നടത്തുന്നവർക്കും വളരെ അത്യാവശ്യമായ ഒന്നാണ് ചാഫ് കട്ടറുകൾ. അപ്പോൾ ഒരുപാട് മോഡൽസ് ഇവരോട് മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. ഇത് 2 HP ചാഫ് കട്ടറാണ്. ഇതിൽ ഗിയർ ഓപ്ഷൻ ഉണ്ട്. പുല്ല് വെച്ച് കട്ട് ചെയ്യുമ്പോൾ തന്നെ പുല്ല് കുടുങ്ങിയാൽ നിങ്ങൾക്ക് ഗിയർ ഓപ്ഷൻ ഉണ്ട്. എല്ലാം ഉണ്ട്. ഇത് 1500 kg വരെ പെർ ഹവറിൽ നിങ്ങൾക്ക് കട്ട് ചെയ്യാൻ പറ്റും. അല്ല കാൽഷ്യം കുറവായിട്ടുള്ള പശുക്കൾക്ക് എഴുന്ന് നിൽക്കാൻ പറ്റില്ല. അപ്പോൾ ഈ മെഷീൻ കൊണ്ട് കൊടുക്കുമ്പോൾ നല്ല ഫുഡും കൊടുത്ത് ഈ മെഷീനിൽ നിർത്തി കഴിയുമ്പോൾ നല്ല ആക്റ്റീവായി കഴിയും പശു. അതിനാണ് ഈ മോഡൽ കൊടുക്കുന്നത്. നമസ്കാരം, അരുൺ മഹേന്ദ്രനാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് കോയമ്പത്തൂരിലുള്ള അക്ഷയ ഡയറി മെഷീനറീസ് എന്ന് പറയുന്ന ഡയറി മെഷീൻസ് നല്ല വിലക്കുറവിൽ നല്ല ക്വാളിറ്റിയോട് കൂടി ചെയ്ത് കൊടുക്കുന്ന ഒരു സ്ഥാപനത്തിലാണ്. ഇതൊരു മാനുഫാക്ചറിംഗ് യൂണിറ്റാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാം വളരെ വിലക്കുറവിൽ നിന്ന് നല്ല ക്വാളിറ്റിയിൽ വാങ്ങാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇവിടെയുള്ള കുറച്ച് ഐറ്റംസ് ഡയറിയുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് മെഷീൻസും വിലകളും ഒക്കെയാണ് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? നമസ്കാരം. നമ്മുടെ ഈ ഒരു കമ്പനിയെ കുറിച്ച് പറയാമോ? കമ്പനിയുടെ പേര്, ലൊക്കേഷൻ എല്ലാം ഒന്ന് പറയാമോ? ഇത് അക്ഷയ ഡയറി മെഷീനറീസ് മാനുഫാക്ചറിംഗ് പ്ലേസ് ആണ്. ഇത് കോയമ്പത്തൂരിലെ ഒരു ഗാന്ധിപുരം ഒരു 4 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ഈ ലൊക്കേഷൻ ഉള്ളത്. ഓക്കെ. ഇവിടെ നമുക്ക് ഡയറി മെഷീൻസ് അല്ലേ, ഡയറി മെഷീനറീസ് എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടും. മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. മാനുഫാക്ചറിംഗ് ചെയ്ത് കിട്ടും. നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്തും നിങ്ങൾക്ക് കിട്ടാൻ പറ്റും. ഓക്കെ. ട്രേഡിംഗ് എല്ലാം ചെയ്യുന്നത് മാനുഫാക്ചറിംഗ് യൂണിറ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ ഐറ്റംസ് ഈ വീഡിയോയിൽ ഞങ്ങൾ ഒരുപാട് കാറ്റഗറി കാണിക്കുന്നുണ്ട്. പ്രൈസിനെ കുറിച്ച് ഐഡിയ തരുന്നുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുന്നോട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. മാനുഫാക്ചറിംഗ് യൂണിറ്റ് ആയതുകൊണ്ട് തന്നെ ബെസ്റ്റ് പ്രൈസിലും ബെസ്റ്റ് ക്വാളിറ്റിയിലും നമുക്ക് എല്ലാം കൊടുക്കാൻ വേണ്ടി പറ്റും. ഇനി ഈ ഒരു യൂണിറ്റ് വന്നിട്ട് കോയമ്പത്തൂരിലാണ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഡെലിവറി ചാർജ് ഒക്കെ ഒത്തിരി ആവും എന്നൊരു ടെൻഷൻ ഉണ്ടാവും. എന്നാൽ അങ്ങനെയൊന്നും അല്ല. ഇവിടെ നിന്ന് ഒരുപാട് പേര് ഇവിടെ മാനുഫാക്ചർ ചെയ്യുന്ന മെഷീൻസ് തന്നെ പല കൈ മറിഞ്ഞിട്ട് നമ്മുടെ നാട്ടിലെ പല ഷോപ്പുകളിലും വരുന്നുണ്ട്. നിങ്ങൾ വില കൂട്ടി അവിടെ നിന്നെല്ലാം വാങ്ങുന്നുണ്ട്. നിങ്ങൾ ഇപ്പോൾ ഇവിടുന്ന് ഡയറക്റ്റ് ആയിട്ട് വാങ്ങുകയാണെങ്കിൽ 1 രൂപ പോലും ഡെലിവറി ചാർജ് ഇല്ല, നമുക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും. എല്ലാ സാധനവും അല്ലേ? ചില സാധനങ്ങൾക്ക് നമുക്ക് ഫ്രീ ഡെലിവറി നമുക്ക് കൊടുക്കാൻ പറ്റും. അതിന്റെ കാര്യങ്ങളും പറ്റിയ വീഡിയോയിൽ നോക്കാം. ഓക്കെ. നമുക്ക് വീഡിയോയിൽ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ചില ഐറ്റംസിന് ഇവിടെ മാനുഫാക്ചർ ചെയ്യുന്ന ചില ഐറ്റംസിന് എന്ന് പറയുന്നത് മിൽക്കിംഗ് മെഷീൻ പോലുള്ള ചില ഐറ്റംസിന് നമുക്ക് ഡെലിവറി ഫ്രീ ആയിട്ട് എവിടേക്കാണെങ്കിലും കേരളത്തിൽ എവിടേക്കാണെങ്കിലും അവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാട് കാറ്റഗറി നമ്മൾ ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ വില ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോഴേക്കും മനസ്സിലാവും. നമുക്കിപ്പോൾ കുറച്ച് ഐറ്റംസ് കണ്ടാലോ? പോകാം അങ്ങോട്ട്. നമ്മളിപ്പോൾ കാണാൻ വേണ്ടി പോകുന്നത് അക്ഷയ ഡയറി മെഷീനറീസിന്റെ മിൽക്കിംഗ് മെഷീൻസിന്റെ മോഡൽസ് ആണ് അല്ലേ? നമുക്ക് സ്റ്റാർട്ടിംഗ് മോഡലിനെ കുറിച്ച് പറയാമോ? ഇതാണ് നമ്മളെ സ്റ്റാർട്ടിംഗ് മോഡൽ. ഇത് 3 പശു വരെ പാല് കറക്കാൻ പറ്റും. ഇത് 1/2 HP മോട്ടോർ കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ അടുത്ത മോഡലാണ് ഇത് 5 പശു വരെ പാൽ കറക്കാൻ പറ്റും. ഇത് നിങ്ങൾക്ക് 20 ലിറ്റർ SS 304 ഫുഡ് ഗ്രേഡ് ആണ് ക്യാനാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഇത് പൗഡർ കോട്ടിംഗ് ടാങ്ക് ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. എന്തിനാ പറഞ്ഞാൽ ഇത്ര വലിയ ടാങ്ക് കൊടുക്കുന്ന പറഞ്ഞാൽ മോട്ടറിന് നല്ല രീതിയിൽ വാക്വം സപ്ലൈ ആക്കിയിട്ട് പശുവിന് നല്ല രീതിയിൽ പാല് കറക്കാനായിട്ട് നമ്മൾ ഈ മോഡൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിന്റെ ഈ ടാങ്കെല്ലാം നല്ല സ്ട്രോങ് ആണല്ലേ? ടാങ്കിനൊക്കെ പൗഡർ കോട്ടിംഗ് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് തുരുപ്പ് എന്തെങ്കിലും കയറിയാൽ അല്ലെ പാൽ എന്തെങ്കിലും ഉള്ളിൽ പോയാൽ നിങ്ങൾക്ക് ഈ ഡ്രെയിൻ വാൽവ് വെച്ചിട്ട് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. ടാങ്ക് നല്ല ലൈഫ് വരും. അതാണ് ഈ മോഡൽ നമുക്ക് കൊടുത്തിട്ടുള്ളത്. ഓക്കെ. ഇപ്പോൾ ഒരുപാട് പേര് മിൽക്ക് മെഷീൻ ചെയ്ത് കൊടുക്കുന്നുണ്ടല്ലോ. എന്താ നമ്മുടെ ഇവിടുത്തെ മെഷീൻസിന്റെ പ്രത്യേകത എന്താണ്? സർ, നിങ്ങൾക്ക് നല്ല സർവീസ് സപ്പോർട്ട് കിട്ടും. മെഷീൻ കുറച്ച് വലിയ സ്ട്രോങ് ഇല്ലാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. എന്തെങ്കിലും നിങ്ങൾക്ക് മെഷീൻ്റെ പ്രശ്നം പറ്റിയാൽ നമ്മൾ അതിനെ പറഞ്ഞു കൊടുക്കും, ഇത് ഇങ്ങനെ ചെയ്യണം എന്നിട്ട് ഫസ്റ്റ് ഫോണിൽ പറഞ്ഞു കൊടുക്കും. നിങ്ങൾക്ക് 2 സ്പെയർ ആണെങ്കിൽ നമ്മൾ കൊറിയർ ഇട്ട് തരും. നമ്മൾ മാനുഫാക്ചറിംഗ് പ്രൈസ് ആയതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാ സാധനങ്ങളും ഇവിടെ തന്നെ കിട്ടും. സ്റ്റാർട്ടിംഗ് മോഡൽ 3 പശു വരെ കറക്കുന്ന മെഷീനാണ്. അപ്പോൾ അതിന് സ്റ്റാർട്ടിംഗ് പ്രൈസ് എത്രയാണ് വരുന്നത്? നിങ്ങൾക്ക് ഇത് 20,000 വരും. ഓക്കെ. നമ്മുടെ ചാനലിൽ വീഡിയോ കണ്ടിട്ട് വിളിക്കുകയാണെങ്കിൽ ഈ മെഷീൻസിനൊക്കെ ഈ മോഡൽസിനൊക്കെ എന്തെങ്കിലും ഓഫർ കൊടുക്കാൻ പറ്റില്ല? നിങ്ങളെ ചാനൽ കണ്ടുവരുന്നവർക്ക് ഈ മെഷീനൊക്കെ 10% ഓഫറും കേരള ഏത് സ്ഥലത്തായാലും ഞങ്ങൾക്ക് ഫ്രീ ഡെലിവറി ചെയ്ത് കൊടുക്കാം. ഫ്രീ ഡെലിവറി എവിടേക്കായാലും ഫ്രീ ഡെലിവറി ചെയ്ത് കൊടുക്കും. പിന്നെ മെഷീനിക്ക് യൂസ് ചെയ്യുന്ന ഓയിലും നമുക്ക് ഫ്രീ ആയിട്ട് കൊടുക്കും. ഓക്കെ.
ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഫ്രീ കൊടുക്കാൻ പറ്റും അല്ലേ? ഇനി സർവീസിന്റെ സപ്പോർട്ട് എന്തായാലും ഉണ്ടാവും. സ്പെയർ പാർട്സിന്റെ സപ്പോർട്ട് ഉണ്ടാവും. ഞങ്ങൾക്ക് സർവീസിനായിട്ട് തനിച്ച് ടീം ഉണ്ട്. ഞങ്ങൾക്ക് അവർക്ക് വിളിച്ചാൽ എന്ത് സ്പെയർ വേണം, നിങ്ങൾക്ക് എവിടെ അയക്കണം, എത്ര രൂപ വരും, എല്ലാം നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് കുഴപ്പവും നമുക്ക് മെഷീനെ കൊണ്ട് വരില്ല. ഇനി ഫാമുകളുണ്ടല്ലോ, ഈ കൂടുതലായിട്ട് ഫാമുകൾ ഈ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഉൾപ്രദേശങ്ങളിലായിരിക്കും വെക്കുക. അപ്പോൾ അവിടെ ഈ വൈദ്യുതി കിട്ടാത്ത സ്ഥലത്ത് നമ്മളിപ്പോൾ കാണിച്ചതെല്ലാം വൈദ്യുതിയിൽ വർക്ക് ചെയ്യുന്ന മോഡൽസ് ആണ് അല്ലേ? വൈദ്യുതി കിട്ടാത്ത സ്ഥലത്താണെങ്കിൽ അങ്ങനെയുള്ള കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള മെഷീൻസ് ചെയ്ത് കൊടുക്കാറുണ്ടോ? ഇപ്പൊ നിങ്ങൾ ഈ മോഡൽ മേടിച്ചു, പക്ഷെ ഫാമിൽ കറണ്ട് ഇല്ല, അങ്ങനെ പറഞ്ഞാൽ ഈ മോഡൽ തന്നെ നമ്മൾ എഞ്ചിൻ വെച്ച് കൊടുക്കും. അപ്പൊ നിങ്ങൾക്ക് കറണ്ട് ഇല്ലെങ്കിലും അവിടെ യൂസ് ചെയ്യാൻ പറ്റും. അതിപ്പോ ഏത് മെഷീൻ, ഏത് കപ്പാസിറ്റി ഉള്ള മെഷീൻ ആണെങ്കിലും 2 പശു ആണെങ്കിലും 50 പശു ആണെങ്കിലും ഞങ്ങൾ ചെയ്തു തരും. വൈദ്യുതി ഇല്ലാതെ വർക്ക് ചെയ്യുന്ന മെഷീൻ ഉള്ള ഞങ്ങൾ ചെയ്തു. തിരിച്ച് ഇപ്പൊ ഫാമിൽ കറണ്ട് ഇല്ല, ഇനി ഒരു 6 മാസം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വരും, അപ്പാണെങ്കിൽ അപ്പം നമുക്ക് മോട്ടോർ സെറ്റ് ചെയ്യാം. അങ്ങനെ എല്ലാ ആൾട്രേഷനും നമ്മൾ ചെയ്തു തരും. കമ്പനി വരുന്ന കോയമ്പത്തൂരിലാണെങ്കിൽ പേടിക്കേണ്ട കാര്യമില്ല. കാരണം എന്ന് പറഞ്ഞാൽ ചെറിയ വിലകൾ എന്ന് പറഞ്ഞാൽ മാനുഫാക്ചറിംഗ് പ്രൈസിൽ നിങ്ങൾക്ക് ഡെലിവറി ചാർജ് 0 ഡെലിവറി ചാർജ് ആണ്. നമ്മുടെ ചാനൽ കണ്ട് വിളിച്ചു കഴിഞ്ഞാൽ 0 ഡെലിവറി ചാർജ് ആണ്. 1 രൂപ പോലും നിങ്ങളുടെ ഡെലിവറി ചാർജ് ആയിട്ട് അവർ വാങ്ങത്തില്ല. കേരളത്തിൽ എവിടേക്കാണെങ്കിലും ഫ്രീ ഡെലിവറിയോട് കൂടി ഇതെല്ലാം നമുക്ക് അയച്ചു കൊടുക്കാം അല്ലേ? പിന്നെ സർവീസിന് സപ്പോർട്ട്. ഇനി വാറന്റിയുടെ കാര്യം എങ്ങനെയാണ്? എത്ര വാറന്റി? നിങ്ങൾക്ക് വാറന്റി എന്ന് പറയുമ്പോൾ മെഷീനും പമ്പിനും മോട്ടറിനും 1 കൊല്ലം വാറന്റി ഉണ്ട്. അത് 1 കൊല്ലത്തിൽ എന്തെങ്കിലും നിങ്ങൾക്ക് പ്രശ്നം പറ്റിയാൽ നമ്മൾ എടുത്ത് ശരി ചെയ്തു തരും. നിങ്ങൾക്ക് പ്രശ്നം ക്ലിയർ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ പുതിയ തന്നെ തരും. അത് പമ്പും മോട്ടറും മാത്രം മാറ്റി കൊടുക്കും അല്ലേ? ഓക്കെ. അപ്പോൾ സർവീസിന്റെ കാര്യം ഒരു ടെൻഷൻ ഒന്നും ആവശ്യമില്ല. പിന്നെ ഇവരിൽ നിന്നെടുത്ത് ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ കറങ്ങി തിരിഞ്ഞാണ് നമ്മുടെ കയ്യിലേക്ക് ഈ മെഷീനൊക്കെ വരാറ്. പക്ഷേ ഞങ്ങളിപ്പോൾ വന്നിട്ടുള്ളവർ ഡയറക്റ്റ് ഇവരുടെ യൂണിറ്റിലേക്കാണ് വന്നത്. അപ്പോൾ ഈ യൂണിറ്റിൽ നിന്ന് കസ്റ്റമറിലേക്കാണ് എത്തിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ബെസ്റ്റ് പ്രൈസിൽ വാങ്ങാൻ വേണ്ടി പറ്റും. ഡയറക്റ്റ് കമ്പനിയിൽ നിന്ന് കസ്റ്റമർ പ്രൈസിലേക്ക് പോകാൻ. അതുകൊണ്ട് നിങ്ങൾക്ക് ഏത് എക്സ്ട്രാ ചാർജ് ഇതിൽ വരില്ല. മാനുഫാക്ചറിങ് ചെയ്യുന്ന ആ പ്രൈസിന് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും ഞങ്ങളുണ്ട്. ഓക്കെ. നിലവിൽ കേരളത്തിൽ ഒരുപാട് കർഷകർ ഇവരുടെ പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ഫീഡ്ബാക്ക് അറിഞ്ഞിട്ടാണ് ഞങ്ങൾ ഈ ഒരു കമ്പനിയിലേക്ക് ഡയറക്റ്റ് വന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടുന്ന് ഡയറക്റ്റ് ആയിട്ട് കമ്പനിയിൽ നിന്ന് തന്നെ വാങ്ങാൻ വേണ്ടി പറ്റും. ഇനി പിന്നെ നമ്മുടെ ചാനൽ കണ്ടു വിളിക്കുകയാണെങ്കിൽ ഒരുപാട് ഓഫറുകൾ എന്ന് പറഞ്ഞാൽ 10% ഓഫർ ഉണ്ട്. ഫ്രീ ഡെലിവറി ചെയ്തു തരും. മെഷീൻ യൂസ് ചെയ്യുന്ന ഓയിലും ഫ്രീ ആയിട്ട് ഞങ്ങൾ തരും. അപ്പോൾ ഇത്രയും ഐറ്റംസ് അവർ ഒരു ഓഫറായിട്ട് നമ്മുടെ ചാനലിൽ ചെയ്തു തരുന്നുണ്ട്. അപ്പോൾ മാക്സിമം കർഷകരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക. അതിൽ നമുക്ക് ഈ ബേസിക് മോഡല്, ഇതിന്റെ ട്രാലി നോക്കിയിട്ട് ഇതിന്റെ കുറച്ച് വലിയ മോഡലും നോക്കാം. ഇതാണ് നമ്മളെ ഏറ്റവും കൂടുതൽ മൂവിംഗിലുള്ള മിൽക്കിംഗ് മെഷീൻ. ഇതെന്താ പറഞ്ഞാൽ ട്രാലി ടൈപ്പ് മിൽക്കിംഗ് മെഷീൻ. 1 തൊട്ട് 10 പശു വരെ നിങ്ങൾക്ക് ഇതിൽ കറക്കാൻ പറ്റും. ഇത് പൾസെറ്റർ മോഡലാണ്. ഇത് നിങ്ങൾക്ക് 25 ലിറ്റർ SS സ്കാൻ വരും. ഇതിനും നിങ്ങൾക്ക് 10% ഓഫർ ഉണ്ട്. ഓഫർ ഉണ്ട് ഈ മെഷീന്. നിങ്ങൾ വീട്ടിൽ ലേഡീസ് ഉണ്ടെങ്കിൽ അവർ കൂടി ഈസി ആയിട്ട് ഇത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഇങ്ങനത്തെ മോഡൽ കൊടുത്തിട്ടുള്ളത്. കാണുന്നില്ലേ ആ ടൈപ്പ് ക്യാൻ നിങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ടോ? പക്ഷേ ഇത് കണ്ടോ, ട്രാൻസ്പെറന്റ് ക്യാൻ. ഇത് അധികം കണ്ടിട്ടുണ്ടാവില്ല. ഇത് ഇവിടെ സെയിലുണ്ട്. ഇത് സെയിലുണ്ട്. ഇതും മാനുഫാക്ചർ ചെയ്ത് നമ്മൾ കൊടുക്കുന്നതാണ്. ഈ ക്യാൻ എന്തിനാ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്? ഇതിപ്പോ പശുക്കൾക്കൊക്കെ നിങ്ങൾ ഡിഫറെന്റ് ഫുഡുകൾ കൊടുക്കും. അപ്പോൾ ഒരു പശു എത്ര ലിറ്റർ പാല് കറക്കുന്നുണ്ട്, ഫുഡിലാണ് നിങ്ങൾക്ക് എഫക്റ്റീവ് അധികം ഉള്ളത്, അത് നോക്കാനായിട്ട് ഈ പശു മോഡൽ നമ്മൾ കൊടുക്കുന്നത്. ഇത് 25 ലിറ്റർ ക്യാനാണ്. ഒരു പശു എത്ര ലിറ്റർ പാല് കറക്കുന്ന മുതൽ കൊണ്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇനി നമ്മളിപ്പോ മെഷീന്റെ കാര്യം എല്ലാം പറഞ്ഞു. ഇത് സെപ്പറേറ്റ് ആയിട്ട് ഓരോ പാർട്സ് ആയിട്ട് കിട്ടില്ല. എല്ലാ ഭാഗങ്ങളും നിങ്ങൾക്ക് തനിച്ച് കിട്ടും. ഇപ്പൊ ഈ സാധനം എടുത്താൽ ഇതിന് തൊട്ട് എല്ലാ ഭാഗങ്ങളും നിങ്ങൾക്ക് തനിച്ച് കിട്ടും. എല്ലാമേ നമുക്ക് കിട്ടും. മനസ്സിലായി. നിലവിൽ ഒരു മെഷീൻ ഉള്ളവരായിരിക്കും അങ്ങനെയുള്ളവർക്കും ഇവിടെ വിളിക്കുന്നത്. നിങ്ങളുടെ മെഷീനിൽ ഏതെങ്കിലും പാർട്ട് കംപ്ലൈന്റ് ആയെങ്കിൽ ഇവിടെ വിളിച്ചു കഴിഞ്ഞാൽ എല്ലാ പാർട്ടും ഇത് അവരുടെ മാനുഫാക്ചറിംഗ് യൂണിറ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ സെപ്പറേറ്റ് ആയിട്ട് ആണെങ്കിൽ പോലും ഏത് പാർട്ട് ചോദിച്ചാൽ നിങ്ങൾക്ക് ചെയ്തു തരുന്നതാണ്. ഇനി സർവീസിന്റെ കാര്യം എടുത്ത് പറയണമെന്ന് പറഞ്ഞാൽ നിലവിൽ നിങ്ങളുടെ മെഷീൻ ഏതുമായിക്കൊള്ളട്ടെ അതിന്റെ സർവീസ് കിട്ടാതെ നിങ്ങൾ ബുദ്ധിമുട്ടിയിരിക്കുക അല്ലെങ്കിൽ സ്പെയർ പാർട്സ് കിട്ടാതെ ബുദ്ധിമുട്ടിയിരിക്കുകയാണെങ്കിൽ വിളിക്കാം. എല്ലാ കമ്പനിയുടെ സ്പെയർ പാർട്സും നമുക്ക് മാച്ച് ആയാൽ നമുക്ക് കൊടുക്കും. സ്പെയർ പാർട്സ് ആയാലും സർവീസ് ആയാലും കൊടുക്കും അല്ലേ? എല്ലാം ചെയ്തു കൊടുക്കും. നമ്മളിപ്പോൾ കണ്ടില്ലേ ഈ ടൈപ്പ് മെഷീൻസ് ഒക്കെ നമ്മുടെ പശുവിനടുത്തേക്ക് മെഷീൻ കൊണ്ടുപോയിട്ട് കറക്കുന്ന രീതിയിലാണ്. ഇതുവരെ നിങ്ങൾ കണ്ടത് സിംഗിൾ ബക്കറ്റ്. ഇപ്പൊ ഇതാണെങ്കിൽ ഇത് സിംഗിൾ ബക്കറ്റ്. ഇത് എങ്ങനെയാണെങ്കിൽ ഒരു സ്ഥലത്ത് വെച്ചിട്ട് പൈപ്പ് ലൈൻ ഇടാം. പൈപ്പ് ലൈൻ ഇട്ടിട്ട് നിങ്ങൾ പശുവിന്റെ അടുത്ത് മെഷീനെ കൊണ്ടുപോകാതെ വേഗം ഓസ് വെച്ചിട്ട് പാല് കറക്കാൻ പറ്റും. വെച്ചിട്ട് നിങ്ങൾക്ക് അങ്ങനെ പാല് കറക്കാൻ പറ്റും. ഈ സൗണ്ട് പശുക്ക് വരുകയില്ല. ഇത് എങ്ങനെ വേണമെങ്കിൽ ഒരു 15 പശുവിന്റെ മേലോട്ട് പോകുകയാണെങ്കിൽ ഈ മോഡൽ നിങ്ങൾക്ക് നോക്കാം. ഇതുവരെ നമ്മൾ സിംഗിൾ ബക്കറ്റ് കണ്ടു. ഇനി ഡബിൾ ബക്കറ്റ് മോഡൽ നമ്മൾ കാണാം. ഇതുവരെ നമ്മൾ സിംഗിൾ ബക്കറ്റ് കണ്ടു. ഇത് 500 LPM ഡബിൾ ബക്കറ്റ് ആണ്. ഇത് പമ്പ് തനിച്ച് വരും, മോട്ടോർ തനിച്ച് വരും. ഇത് 2 ബക്കറ്റ് വരെ നിങ്ങൾക്ക് ഒരേ സമയത്ത് 2 ബക്കറ്റ് വരെ നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഒരു 30 പശു 35 പശു വരെയുള്ള ഫാമിലേക്ക് ഇത് നമ്മൾ കൊടുക്കാറുണ്ട്. ഈ മെഷീൻ ഓർഡർ ചെയ്യുന്നവർക്ക് മെഷീന്റെ സ്പെയർ പാർട്സിലാണ്. ഇത് ലൈനർ, ഇത് പാല് കറക്കുന്ന സാധനം, ഇത് നിങ്ങൾക്ക് മെഷീനിൽ യൂസ് ചെയ്യുന്ന ക്ലാഫ് ഫുൾ സെറ്റ്,
ഇത് പൾസ് സെറ്റർ. ഇത് മൂന്നും ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് കൊടുക്കണം. ഈ മോഡൽ വാങ്ങിക്കഴിഞ്ഞാൽ ഇതിനും ഫ്രീ ഡെലിവറി ഉണ്ട്, 10% ഓഫർ ഉണ്ട്. ഈ 3 സാധനങ്ങൾ ഫ്രീ ആയി കൊടുക്കും. ഓക്കെ. അപ്പോൾ ഇതെല്ലാം നമ്മളിപ്പോൾ കാണിക്കുന്ന മോഡൽ എല്ലാം ഫ്രീ ഡെലിവറി ഉണ്ട്. 1 രൂപ പോലും ഡെലിവറി ചാർജ് വാങ്ങുന്നില്ല. സെയിം മോഡലാണെങ്കിൽ ഇതിലൊരു എഞ്ചിനും കൂടെ വരുന്നുണ്ടല്ലോ. ഇതെന്താണെന്ന് പറഞ്ഞാൽ കറണ്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്രോൾ ഊറ്റി റൺ ചെയ്യുന്നതാണ്. ഓക്കെ. ഇപ്പോൾ ഇത്ര വലിയ ഫാമിലി കറണ്ട് ഇല്ല, പിന്നെ പശു കറക്കാതെ നിൽക്കൂലേ, അത് എഞ്ചിൻ കൊടുത്താൽ നിങ്ങൾക്ക് എല്ലാ പശുവിനും എഞ്ചിൻ വെച്ചിട്ട് കറക്കാൻ പറ്റും. അതിനാണ് ഇങ്ങനത്തെ മോഡൽ കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫാമിന്റെ സിറ്റുവേഷൻ അനുസരിച്ചുള്ള മെഷീൻസ് ഇവിടെ വാങ്ങാൻ വേണ്ടി പറ്റും അല്ലേ? കസ്റ്റമൈസ് ഓപ്ഷൻ എത്ര പശു ഉണ്ടെന്ന് പറഞ്ഞാൽ അതിനനുസരിച്ച് മെഷീൻ നിങ്ങൾക്ക് സജഷൻ ചെയ്യും. പശു വളർത്തുന്നവർ പാല് മാത്രമായിട്ട് സെയിൽ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ലാഭം അത് തുച്ഛമായതായിരിക്കും, എല്ലാവർക്കും അറിയാം. പക്ഷേ അത് ബൈ പ്രോഡക്റ്റ് ആയിട്ട്, പാലിനെ ബൈ പ്രോഡക്റ്റ് ആയിട്ട് മാറ്റി സെയിൽ ചെയ്യുമ്പോഴേക്കും പ്രോഫിറ്റ് കൂടുതലായിട്ട് ലഭിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു മെഷീനാണ് ഈ കാണുന്നത്. ഇതാണ് ക്രീം സെപ്പറേറ്റർ. ഇതെന്താ പറഞ്ഞാൽ പാല്, പച്ചപ്പാല് അങ്ങനെ നിങ്ങൾക്ക് തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. പച്ചപ്പാല് ഊറ്റിയിട്ട് 1 മണിക്കൂറിൽ നിങ്ങൾക്ക് 70 ലിറ്റർ പാൽ ഊറ്റിയാൽ അതിൽ നിന്ന് ക്രീം തനിച്ച് നിങ്ങൾക്ക് കിട്ടും. ആ ക്രീമിനെ നിങ്ങൾ നെയ്യാക്കിയിട്ടോ അല്ലെ വെണ്ണയാക്കിയിട്ടോ മറ്റേ ക്രീം ആക്കി അങ്ങനെ ഐസ്ക്രീം പാർലർക്ക് നിങ്ങൾക്ക് കൊടുത്താൽ നല്ല ലാഭം കിട്ടും. അതിനാണ് ഇങ്ങനത്തെ പ്രോഡക്റ്റ് കൊടുക്കുന്നത്. ഇത് ഏറ്റവും ചെറുത്, ഇതിനെക്കാട്ടി വലുത്. ഇത് 100 ലിറ്റർ. 2 മോഡലാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഇല്ല, നമുക്ക് ഒരു 125 ലിറ്റർ വരെ നമുക്ക് അപ് ടു സ്റ്റോക്ക് ആണ്. ഹെവി മെഷീനും കൊടുക്കാം. ഇത് അധികം പർച്ചേസ് ചെയ്യുന്നത് ഈ മോഡലാണ്. ഈ 2 മെഷീൻ ഉണ്ടല്ലോ, ഈ 2 മോഡൽ സിംഗിൾ ഫേസ് ആണോ? സിംഗിൾ ഫേസ് ആണ്. അപ്പോൾ വീട്ടിലെ വൈദ്യുതിയിൽ പ്രത്യേകിച്ച് കണക്ഷൻ ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല, 3 ഫേസിനൊന്നും ആവശ്യമില്ല. വീട്ടിലെ വൈദ്യുതി പോലും വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന രീതിയിലുള്ള മെഷീനാണ്. ഇതിപ്പോൾ വ്യാപകമായിട്ട് നമ്മുടെ കേരളത്തിൽ ഒരുപാട് കർഷകർ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നല്ല ക്വാളിറ്റിയുള്ള മെഷീൻസ് ഇവിടെ നിന്ന് വാങ്ങാൻ വേണ്ടി പറ്റും. മാനുഫാക്ചറിംഗ് പ്രൈസ് തന്നെ കൊടുക്കാൻ വേണ്ടി പറ്റും. മാനുഫാക്ചറിംഗ് പ്രൈസിൽ തന്നെ നമ്മൾ കൊടുക്കാൻ പറ്റും. ഇത് നിങ്ങൾക്ക് 18,000 വരും, ഇതിനും 10% ഓഫർ കൊടുക്കുന്നുണ്ട്. ഇത് 22,000 വരും, ഇതിനും 10% ഓഫർ നിങ്ങൾക്ക് കൊടുക്കാനുണ്ട്. ഓക്കെ. അപ്പോൾ സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് 18 ആണ്, അതിൽ ഡിസ്കൗണ്ട് ഉണ്ട്. അപ്പോൾ ഈ മെഷീൻ ആവശ്യമുള്ളവർ തീർച്ചയായും വിളിക്കുക. ഇതിന്റെ കാര്യങ്ങൾ എങ്ങനെ ഉപയോഗിക്കുന്ന കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും ഇവിടുന്ന് കൃത്യമായിട്ട് പറഞ്ഞു തരും. പിന്നെ അതിന്റെ വീഡിയോസ് ഉണ്ട് അല്ലേ, എല്ലാ കാര്യങ്ങളും എങ്ങനെ റൺ ചെയ്യണം, എങ്ങനെ ഫിറ്റ് ചെയ്യണം, പിന്നെ കഴുകി വെക്കണം, എല്ലാം നമ്മൾ പറഞ്ഞു തരും. ഓക്കെ. അപ്പോൾ ഇത് ആവശ്യമുള്ളവർ തീർച്ചയായിട്ടും വിളിക്കുക. എല്ലാം നിങ്ങൾക്ക് നല്ല പ്രൈസ് ഇവിടുന്ന് വാങ്ങാൻ വേണ്ടി പറ്റും. പശു വളർത്തുന്നവർക്കും ഫാം നടത്തുന്നവർക്കും വളരെ അത്യാവശ്യമായ ഒന്നാണ് ചാഫ് കട്ടറുകൾ. അപ്പോൾ ഒരുപാട് മോഡൽസ് ഇവരോട് മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. ഇത് സ്റ്റാർട്ടിംഗ് മോഡൽ എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് സ്റ്റാർട്ടിംഗ് മോഡൽ. ഇത് സ്റ്റാർട്ടിംഗ് മോഡലാണ്. ഇതൊന്ന് 3 HP ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഇത് 5 ബ്ലേഡ് ചാഫ് കട്ടാണ്. ഇതുകൊണ്ട് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കട്ട് ചെയ്യാൻ പറ്റും. ഇതിപ്പോ 2 മോഡൽ വരുന്നുണ്ട് അല്ലേ? ഗിയർ ഉള്ളതുണ്ട്, ഗിയർ ഇല്ലാത്തതുണ്ട്. ഈ രണ്ടും നിങ്ങൾക്ക് 3 HP ആണ്. സിംഗിൾ ബേസിലാണ് നമ്മൾ കൊടുക്കുന്നത്. നമ്മുടെ വീട്ടിലെ വൈദ്യുതിയിൽ പോലും നമുക്ക് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന മോഡലാണ് ഈ ഇരിക്കുന്നതൊക്കെ. ഇനി ഇതിൽ ഗിയർ വരുമ്പോഴേക്കും നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് സൈസ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും അല്ലേ? ഇതെന്ന് പറഞ്ഞാൽ നോർമൽ മെഷീനാണ് അല്ലേ? ഓക്കെ. അപ്പോൾ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചുള്ള മോഡൽസ് എന്ന് പറഞ്ഞാൽ ആവശ്യം പറയുകയാണെങ്കിൽ അതിനനുസരിച്ചുള്ള ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള മോഡൽ ഇവരെ സജസ്റ്റ് ചെയ്ത് തരുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് സ്റ്റാർട്ടിംഗ് മോഡലുകൾ. ഇനി അടുത്ത് വരുന്ന ഏതാ? അടുത്ത മോഡൽ നോക്കാം. ഓക്കെ. ഇനി കാണാൻ പോകുന്നത് അക്ഷയ ഡയറി മെഷീനറിന്റെ കുറച്ച് ഹെവി ഡ്യൂട്ടി ചാഫ് കട്ടറാണ് അല്ലേ? അപ്പോൾ ഇത് കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ആരാണ് കസ്റ്റമർ? ശരിക്കും കസ്റ്റമർ ആരാണ്? ഇപ്പോൾ ഇത് ഫാർമർ എന്ന് പറഞ്ഞ ഒരു 20 പശുള്ള ഫാമിക്ക് ഇത് നമ്മൾ കൊടുക്കാറുണ്ട്. ഇത് 2 HP മോട്ടറാണ് ഇട്ടിട്ടുള്ളത്, 2 ബ്ലേഡ് ഉണ്ട്. ഇത് പൈനാപ്പിൾ ലീഫ് ഒക്കെ ഇതിൽ കട്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ ഇത്ര വലിയ ഹെവിയിൽ കൊടുത്തിട്ടുള്ളത്. ഇതിന്റെ വെയിറ്റ് 120 കിലോ വരും. 3 ആൾക്കാർ കൊടുത്ത് പൊക്കി കൊണ്ടുവന്ന് വെക്കാനാണ് ഈ മോഡൽ. നല്ല ഹെവിയിലാണ് കൊടുത്തിട്ടുള്ളത്. ഇതിന്റെ പൈപ്പിന്റെ തിക്നെസ് ഒക്കെ നമ്മൾ ഒരുപാട് കുറയ്ക്കുക. ഇത് മോട്ടറിന് മാത്രം 1 കിലോ വാറന്റി ഉണ്ട്. പക്ഷെ മറ്റു വേറെ എന്തെങ്കിലും സ്പെയർ പാർട്ട് ആണെങ്കിൽ ഇവിടെ തന്നെ കിട്ടും. ഇവിടെ തന്നെ കിട്ടും. ഇവിടെ സർവീസും അവൈലബിൾ ആണ് ഈ ചാഫ് കട്ടറിന്റെ ഒക്കെ. ഇതിന്റെ അടുത്ത മോഡൽ റിവേഴ്സ് ഫോർവേഡ് ആണ്. ഇത് 2 HP ചാഫ് കട്ടറാണ്. ഇതിൽ ഗിയർ ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് പുല്ല് വെച്ച് കട്ട് ചെയ്യുമ്പോൾ തന്നെ പുല്ല് കുടുങ്ങിയാൽ നിങ്ങൾക്ക് ഗിയർ ഓപ്ഷൻ ഉണ്ട്, എല്ലാം ഉണ്ട്. ഇത് വെച്ച് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. ഇതും 2 HP ചാഫ് കട്ടറാണ്. ഇത് 1500 kg വരെ പെർ ഹവറിൽ നിങ്ങൾക്ക് കട്ട് ചെയ്യാൻ പറ്റും. ഇതും പൈനാപ്പിൾ ലീഫ് കട്ട് ചെയ്യാൻ പറ്റും, ഗ്രീൻ ലീഫ് കട്ട് ചെയ്യാൻ പറ്റും, ഡ്രൈ ലീഫ് കട്ട് ചെയ്യാൻ പറ്റും. കാളാൻ ഫാക്ടറിക്കൊക്കെ ഇത് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ അതിന്റെ അടുത്ത മോഡൽ ഇതാണ് ബ്ലോയർ ടൈപ്പ്. ഇത് 2500 kg വരെ പെർ അവർ നിങ്ങൾക്ക് കട്ട് ചെയ്യാൻ പറ്റും. DMR അതൊക്കെ യൂസ് ചെയ്യാറില്ല, സൈലേജ് പർപ്പസിനൊക്കെ ഈ മോഡലിൽ കൊടുക്കാറുണ്ട്. ഇത് 5 HP ചാഫ് കട്ടറാണ്. ഇത് 3 മോഡലിൽ കൊടുക്കാം. നിങ്ങൾക്ക് മോട്ടർ ഇല്ലാതെ ഞങ്ങൾ തരും, 5 HP മോട്ടറും ചേർത്ത് തരും, പിന്നെ ട്രാക്ടർ അറ്റാച്ച്മെന്റ് ചേർത്ത് തരും. അങ്ങനത്തെ മോഡലാണ് ഇത്. കസ്റ്റമറിന്റെ റിക്വയർമെന്റ് നോക്കിയിട്ട് ഞങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഈ ഹെവി ഡ്യൂട്ടി ചാഫ് കട്ടറിന്റെ പ്രൈസ് ഒക്കെ എങ്ങനെയാണ്? സ്റ്റാർട്ടിംഗ് പ്രൈസ് എത്രയാണ് വരുന്നത്? ഇത് 30,000 വരെ വരും. ഓക്കേ, 30,000. പിന്നെ അതിലൊക്കെ ചെറിയ അഡ്ജസ്റ്റ്മെന്റ് അല്ലേ? അഡ്ജസ്റ്റ്മെന്റ് ആണ്. നിങ്ങൾക്ക് റിക്വയർമെന്റ് മാറുമ്പോൾ അതിനനുസരിച്ച് പ്രൈസും കുറച്ച് കൂടുതലായിട്ട് വരും. ഓക്കേ. അപ്പോൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ എന്താണ് ആവശ്യം എന്ന് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും നല്ല മെഷീൻസ് നമ്മൾ പറഞ്ഞു കൊടുക്കും അല്ലേ? ഈ ഒരു മാനുഫാക്ചറിംഗ് യൂണിറ്റിൽ ഏറ്റവും കൂടുതൽ സ്റ്റോക്ക് ചെയ്തിട്ടുള്ളത് ഈ ഒരു മോഡൽ മെഷീനാണ്. റിവേഴ്സ് ഫോർവേഡ് നമുക്ക് കൂടുതൽ മൂവിംഗിലുണ്ട്, അതുകൊണ്ടാണ് നമ്മൾ ഏറ്റവും കുറേ സ്റ്റോക്കിൽ വെക്കുന്നത്. ഇത് ട്രേ മോഡലാണ്. ഇത് ഇങ്ങനെ പുല്ല് നിങ്ങൾക്ക് വെച്ച് ഒരു കട്ട് പുല്ലും കൂടെ ഞങ്ങൾക്ക് മൊത്തമായിട്ട് അങ്ങനെ വെക്കാൻ പറ്റും. ഇപ്പൊ ചെറിയ ചാഫ് കട്ടർ
വെക്കേണ്ട കാര്യമില്ല, അതേപോലെ അങ്ങ് വെക്കാം. അങ്ങനെ കോരിയും കൊണ്ട് അങ്ങനെ വെക്കാം. ഇപ്പൊ ചെറിയ ചഫ് കട്ടർ ആകുമ്പോൾ 4 പുല്ല് അങ്ങനെ വെക്കണം. ഇത് അങ്ങനെയല്ല, അങ്ങനെ തൂക്കി ഇങ്ങനെ വെച്ചാൽ നിങ്ങൾക്ക് ട്രേ വലുതാണ്. ഇൻപുട്ട് ഇവിടെ കൊടുത്താൽ ഔട്ട്പുട്ട് നിങ്ങൾക്ക് ഇവിടെ വരും. ഇത് 2 HP ആണ്. ഇത് ഏറ്റവും നല്ല മൂവബിൾ ഉള്ള ചഫ് കട്ടറാണ്. കേരള ഗവൺമെന്റ് ഒക്കെ നമുക്ക് ഈ മോഡൽ കുറേ സപ്ലൈ ചെയ്യാറുണ്ട്. അതിനാണ് ഈ മോഡൽ ഇത്ര സ്റ്റോക്ക് നമ്മളുള്ളത്. ഇതാണ് വീൽ ബാരോ. ഇത് എന്തിനാ കൊടുക്കുന്ന പറഞ്ഞാൽ ഒരു വലിയ ഫാമില് ചാണകമൊക്കെ കോരി കൊണ്ടുപോയി ഒരു സ്ഥലത്ത് കൊടുക്കുമ്പോൾ കുറേ ഇടങ്ങാറ് വരും. പക്ഷെ ഈ വീൽ ബാരോ കൊടുക്കുമ്പോൾ അങ്ങനെ ചാണകം ഇതിൽ കോരിയിട്ടിട്ട് സിംഗിൾ ടയറാണ്, നിങ്ങൾക്ക് എളുപ്പം തറയിലൊക്കെ അങ്ങനെ കൊണ്ടുപോയി എടുക്കാൻ പറ്റും. ഒരു 7 കൂടെ ചാണകം കൂടെ ഒരു സ്ഥലത്ത് നിങ്ങൾക്ക് കൊണ്ടുപോയി ഇടാൻ പറ്റും. കല്ലിലൊക്കെ കല്ലിലും മണ്ണും എല്ലാ സ്ഥലത്തും ഇത് നിങ്ങൾക്ക് എടുത്തുകൊണ്ടുപോകാൻ പോകാൻ പറ്റും. അതുകൊണ്ടാണ് ഈ മോഡൽ നമ്മൾ കൊടുക്കുന്നത് സിംഗിൾ ടയറിൽ. 3700 വരും. ഇതിൽ ഡിസ്കൗണ്ട് ഒക്കെ ഉണ്ട്, നമ്മൾ ചെയ്തു തരാം. ഈ കാണുന്നത് കൗ ലിഫ്റ്റിംഗ് മെഷീൻ ആണ്. അപ്പോൾ എന്താ പർപ്പസ്, എന്താ ഉപയോഗം, എന്താ ഇതിന്റെ ഉപയോഗം എന്താ പറഞ്ഞാൽ പശുക്കൾക്ക് എന്തെങ്കിലും സംഭവം പറ്റിയാലോ അല്ലെ കാൽഷ്യം കുറവായിട്ടുള്ള പശുക്കൾക്ക് എഴുന്ന് നിൽക്കാൻ പറ്റില്ല. അപ്പൊ ഈ മെഷീൻ കൊണ്ട് കൊടുക്കുമ്പോൾ നല്ല ഫുഡും കൊടുത്ത് ഈ മെഷീനിൽ നിർത്തി കഴിയുമ്പോൾ നല്ല ആക്റ്റീവായി കഴിയും പശു. അതിനാണ് ഈ മോഡൽ കൊടുക്കുന്നത്. കാൽസ്യം കുറവാകുമ്പോഴേക്കും പശു നിൽക്കാൻ പറ്റില്ല, ബാലൻസ് കിട്ടില്ല. അപ്പോൾ ഈ മെഷീനിൽ നമ്മൾ നിർത്തി കഴിഞ്ഞാൽ നല്ല ആക്റ്റീവായിട്ട് വരും. അപ്പൊ നല്ല ഫുഡും നല്ല ഗ്ലൂക്കോസ് ഒക്കെ കയറ്റി കഴിഞ്ഞാൽ പശു നല്ല ആക്റ്റീവായിട്ട് വരും. പശുവിന്റെ സൈസ് അനുസരിച്ച് നമുക്ക് 2 കൗ ലിഫ്റ്റിംഗ് മെഷീൻ ഉണ്ട്. ഒന്ന് കുറച്ച് വലുതിലുണ്ട്, ഒന്ന് ചെറുതിലുണ്ട്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് മേടിക്കാം. ഇത് ലേഡീസ് കൂടെ നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതാണ്. അതുകൊണ്ടാണ് ഗിയർ മോഡൽ നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അതാണ് ഈ മോഡൽ നമ്മൾ കൊടുക്കുന്നത്. ഇതും വലുതുണ്ട്, നമുക്ക് ചെറുതുണ്ട്. രണ്ടിനും സെയിം വീൽ മോഡലൊക്കെ നമ്മൾ ഗിയർ മോഡലും വീൽ മോഡലും സെയിം ഇതാണ്. തിക്നെസ് മാത്രം അനുസരിച്ച് മാറ്റി കൊടുക്കും. ലോക്കിംഗ് സിസ്റ്റം വരുന്നുണ്ട്. ലോക്കിംഗ് സിസ്റ്റം നിങ്ങൾക്ക് വരുന്നുണ്ട്. 2 ഇതിൽ മാത്രം നിങ്ങൾക്ക് ലോക്കിംഗ് സിസ്റ്റം വരുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് 6 ലെയർ ബെൽറ്റ് ആണ് നമ്മൾ കൊടുക്കുന്നത്. ഇതാണ് ആന്റി കിക്ക് ബാർ. നിങ്ങൾ കഷ്ടപ്പെട്ട് ഒരു 10 ലിറ്റർ പാല് കറന്ന് വെച്ചിട്ടുണ്ടാവും. പശു ഒരു ഒറ്റ ചവിട്ട് കൊടുക്കുമ്പോൾ എല്ലാ പാലും അങ്ങനെ പോകും. ഇത് അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാകാതെ എനിക്കാണ് ഇത് കൊടുക്കുന്നത്. ഇതെങ്ങനെ പശുവിന്റെ മേലെ കൊടുക്കി കൊടുത്താൽ പശു അങ്ങനെ അനങ്ങാതെ നിൽക്കും. ഇത് അതിന് മാത്രം യൂസ് ചെയ്യില്ല, പശുക്ക് എന്തെങ്കിലും ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന സമയത്തും ഇത് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇത് SS-ലാണ് നമ്മൾ കൊടുക്കുന്നത്, ആന്റി കിക്ക് ബാർ. ഇത് നമുക്ക് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് പശുവിന്റെ മോൾ അനുസരിച്ച് നിങ്ങൾക്ക് മാറ്റി കൊടുക്കാൻ പറ്റും. അതിനാണ് ഇങ്ങനത്തെ മോഡൽ കൊടുക്കുന്നത്. 1200 കൊടുത്ത് തൊട്ട് നിങ്ങൾക്ക് സ്റ്റാർട്ട് ആകാറുണ്ട്. ഈ കാണുന്നത് നമ്മുടെ പശുത്തൊഴുത്തിലേക്ക് ആവശ്യമായിട്ടുള്ള റബ്ബർ മാറ്റ്. ഇത് നമുക്ക് റബ്ബർ മാറ്റ് ഉണ്ട്, ഫോം മാറ്റ് ഉണ്ട്. ഈ ഫോം മാറ്റിന്റെ സ്പെഷ്യാലിറ്റി എന്താ പറഞ്ഞാൽ നമുക്ക് ഇത് 30 mm തിക്നെസ് വരും. 8x5 സൈസ് ഏറ്റവും റബ്ബർ മാറ്റിനും കാട്ടി കൂടുതൽ നീളമുള്ളതാണ്. അത് ഒരു പശുക്കും ഒരു പശുവിന്റെ കുഞ്ഞുക്കും ചേർത്തിട്ട് ഇടാനുള്ളത്. ഇത് അത്ര വലിപ്പമുണ്ട്. നിങ്ങൾക്ക് ഇത് ഫോം മാറ്റാണ്. ഏറ്റവും നിങ്ങൾക്ക് ഈസി ടു ഹാൻഡിലിംഗ് ആണ് ഈ മോഡൽ. നല്ല തിക്നെസ് ഉണ്ട്, നല്ല വലിപ്പമുണ്ട്, വെയിറ്റ്ലെസ് ആണ്. അതിനാണ് ഈ മോഡൽ നമ്മൾ കൊടുക്കുന്നത്. നല്ല ലൈഫ് കിട്ടും. നമുക്കിത് 2400 വരെ സ്റ്റാർട്ടിംഗ് ഉണ്ട്. അതിലും ചെറിയ ഡിസ്കൗണ്ട് ഉണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ചാനലിൽ നോക്കിയിട്ട് വരുന്നവർക്ക് നമുക്ക് നല്ല ഡിസ്കൗണ്ട് ചെയ്തു തരാം.